ഹലോ ഗൈസ്, നമുക്കൊരു പാർട്ടി വെയർ ഹെയർ ബാൻഡ് ചെയ്തെടുത്താലോ? ഫസ്റ്റ് വൺ ഇതുപോലത്തെ ഒരു ബീഡ്സ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എടുത്തത് ഇതുപോലത്തെ ഒരു ടിയാര ഫ്ലവറാണ്. അടുത്തടുത്തത് സ്റ്റോൺസും പിന്നെ ഒരു ഹെയർ ബാൻഡ് ഗമ്മും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഗമ്മ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പം നമുക്കൊന്ന് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു വൈറ്റ് ഫ്ലവേഴ്സിൽ സെൻറ്ററിലൊന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് ടിയാര ഫ്ലവർ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എവിടെയെങ്കിലും ഒന്ന് ആറാൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നർ എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മോളൊരു കളിപ്പാട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലോട്ട് ഞാനിത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 10 പീസ് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ ഞാൻ 10 പീസ് ചെയ്തിട്ട് ഈ ഒരു കണ്ടെയ്നറിൽ ജസ്റ്റ് ഉണങ്ങാൻ വെക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് നമ്മൾ ഹെയർ ബാൻഡ് ബേസ് എടുക്കുകയാണ് എന്നാണ്. അപ്പോൾ നേരത്തെ ചെയ്ത ആ ഒരു ഫ്ലവറില്ലേ, അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തലയിൽ വെച്ചിട്ട് ഇത് ഏത് ഭാഗത്തോട്ട് ഇനി ഒട്ടിച്ചെടുക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് അളവെടുക്കുകയാണ്. അപ്പം ഞാനിത് ഈ ഒരു സെൻറ്ററിൽ താഴോട്ട് വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം ഞാനിത് ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും മാക്സിമം എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആരും ഒന്നും അത് ചെയ്യുന്നതായിട്ട് കാണാറില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഇപ്പോൾ തീരെ ഉഷാറൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ആക്റ്റീവ് ആക്കാൻ നോക്കുക. അപ്പോൾ ഇതാ മാക്സിമം ഞാൻ 10 ഫ്ലവർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിർത്തണമെങ്കിൽ നിർത്താം. അപ്പം ഞാനിതാ ഒരു പാർട്ടി വെയർ ലുക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്റ്റോൺസും കൂടി ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് എന്താക്കാം, ഗമ്മ് അപ്ലൈ ചെയ്യാം. അപ്പം ഞാനിതാ സെൻറ്ററിൽ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ടിയാറിൻ്റെ സെൻറ്ററിൽ ടിയാറ ഫ്ലവേഴ്സ് ഇല്ലേ, അതിൻ്റെ സെൻറ്ററിൽ ഈ ഒരു ഗമ്മ് ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ സ്റ്റോൺസ് ഒട്ടിച്ചെടുക്കുക ഗൈസ്. അപ്പോൾ ഇത് ഫുള്ള് ആ 10 ഫ്ലവറിന് ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പം ബ്ലാക്ക് വരുന്ന പോർഷന് വരുന്നില്ലേ ഹെയർ ബാൻഡിൻ്റെ, അവിടെയും ഞാനൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് ആ ഒരു ബാക്കി പോർഷൻ വരുന്നിടത്ത് ഗമ്മ് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ഗൈസ്. അപ്പോൾ 2 എണ്ണം ആക്കിയിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഒരെണ്ണമായിട്ട് ഒട്ടിച്ചെടുത്ത് നോക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പോൾ ഞാനിത് 2 എണ്ണമായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ താഴോട്ട് ഒട്ടിച്ചെടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് ഈ രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, നല്ലൊരു പാർട്ടി വൈബായിട്ട് തോന്നിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ്. എൻ്റെ മോളെ തലയിൽ വെച്ചിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിച്ചായിരുന്നു, പക്ഷെ അവൾ കൂട്ടാക്കുന്നില്ല ഗൈസ്. ഈ രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ് ആ ഒരു ഹെയർ ബാൻഡിൻ്റെ ഭംഗി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.